എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ? ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ദിവസത്തെ സ്പെഷ്യലൊക്കെ കാണിച്ചു തരാമെന്ന് കരുതി. ഇന്ന് മക്കളൊക്കെ സ്കൂളിലല്ലേ അല്ലേ? മക്കളൊക്കെ വീട്ടിലുണ്ട്. പിന്നെ നമ്മളെ റിതുവിന് പ്രത്യേകിച്ച് ഇന്ന് ട്യൂഷനൊന്നുമില്ല. ഇന്നലെ ഉണ്ടായിരുന്നു ശനിയാഴ്ച കേട്ടോ. അപ്പൊ എന്തെങ്കിലും വെക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരുമാന്ന് കുറേ ദിവസമായിട്ട് പറയല്. അപ്പൊ ഞാൻ എന്താ കാട്ടി, രസം പച്ചേരി ഉണ്ടായിരുന്നു. ആ പച്ചേരി തീമത്ത് വെച്ചു കേട്ടോ. രസം നെയ്ച്ചൊക്കെ ഇട്ടുകാണ്ട് ഓയിലൊക്കെ ഇട്ടുകാണ്ട് ഞാൻ തീമത്ത് വെച്ചു. അപ്പൊ ഇന്നലെ കാക്കുവിനോട് ഞാൻ ലേസം നമ്മളെ ഷവർമ്മന്റെ എല്ലില്ലേ അത് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു കേട്ടോ. ഒന്ന് അതിക്കൊരു കറി വെച്ചു കൊടുക്കാന്ന് കരുതി. മറ്റേ നമ്മളെ നെയ്ച്ചോറ് വെക്കുമ്പോ എന്തെങ്കിലും ഒരു കറി വേണ്ടേ? ഇറച്ചിക്ക് നല്ല വിലയാണ് മക്കളെ. ആരോ അതിൽ കമന്റ് ചെയ്തല്ലോ 150 ഉറുപ്പുള്ളൂന്ന്. അത് കോഴിക്കാരെ മക്കളെ. കോഴി ഇറച്ചിക്ക് 250. നമ്മള് ഒരു കോഴി എടുക്കുമ്പോ 150 ഉറുപ്പ്യന്റെ കോഴിയൊന്നല്ല 400-500 ഉറുപ്പ്യന്റെ കോഴിയൊക്കെ അല്ലേ. അപ്പൊ അത് നമുക്ക് കഴിയൂലല്ലോ. അപ്പൊ നമ്മളെ ഇറച്ചി വാങ്ങും, കോഴി ഇറച്ചി. അതിന് 250 ഉറുപ്പ്യൊക്കെയാണ് കിലോന് ഇതോ. അപ്പൊ അതാക്കണം കേട്ടോ ഷവർമ്മന്റെ എല്ല്. നോക്കി മക്കളെ, ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്താടാ. നല്ല ഇറച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. അതിമേൽ ഇങ്ങോട്ട് നോക്കി നമ്മൾ ഈ കഴുത്തിന്റെ ഭാഗമൊക്കെ അവര് ഷവർമ്മക്കും വേണ്ടി ഇതിമെന്ന് മാക്സിമം വടിച്ചെടുത്തിക്കണം. എന്നാലും കുട്ടികൾക്ക് കടിച്ച് ചമക്കാനൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ നന്നാക്കിയാണ് മസാലയൊക്കെ കൂട്ടിക്കണം കേട്ടോ. നമ്മളെ ചെമ്പിയിൽ വെച്ചിക്കണ്. കുറച്ച് വെള്ളമൊക്കെ കൂടുതലാക്കി വെക്കണല്ലോ. അപ്പൊ അതൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല ഉണ്ടാക്കണമെന്നും കേട്ടോ. അപ്പൊ നമ്മള് എന്നും ഉണ്ടാക്കണ പോലെയാണ് ഉണ്ടാക്കിയിരിക്കണത്. അപ്പൊ ഞാൻ നന്നായിട്ട് കഴുകി എടുക്കട്ടെ, എന്നിട്ട് അയക്ക് ഇടട്ടെ കേട്ടോ. അപ്പൊ മക്കളെ നന്നായിട്ട് കേക്ക് വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിക്ക് ഇടട്ടോ. ഇതൊരു 1.5 കിലോനൊക്കെ ഉണ്ടാവും. ഷവർമ്മന്റെ എല്ലിന് 100 100 എത്രടാ 50 ഉറുപ്പ്യ കേട്ടോ കിലോന്. അപ്പൊ ഇതൊരു 1.5 കിലോനൊക്കെ ഉണ്ടാവും. ഒരു 100 ഉറുപ്പ്യന്റെ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ 100 ഉറുപ്പ്യക്ക് വാങ്ങിയാൽ പക്കക്ക് പള്ളർച്ച് തിന്നും ചെയ്യാം. ഒരു ചോയും പുളിയിൽ ഒരു കറി ഉണ്ടാവുമല്ലോ. അപ്പൊ നെയ്ച്ചോറിന്റെ അരിയൊന്നും ഇല്ല കേട്ടോ. അന്ന് കിട്ടിയൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ എന്താട്ടി പച്ചരി കൊണ്ട് വെച്ചാൽ നല്ല രസമാണ്. ഞാൻ കുറെ വീഡിയോസിൽ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടില്ലേ മക്കളെ. നല്ല രസം. അത് ആ പാകത്തിന് വേവാവണം എന്നുള്ളൂ. ഒന്ന് ഉഷാറാവട്ടോ. നമ്മളെ ഈ കറി ഒന്ന് ഉഷാറാവട്ടെ കേട്ടോ. അപ്പൊ ഒന്ന് കാക്കൂല കേട്ടോ. കാക്കൊന്ന് കൊടുക്കാൻ പോയോ? നമുക്ക് അപ്പൊ പോയടാന്ന് അതിന് എവിടെയാണ് മെൻമണി കഴിഞ്ഞോ? ഇന്ന് കൊടുക്ക തന്നെയാണ്. എന്താണ് ആ സ്റ്റേറ്റിന്റെ പേര്? മനോരമ എസ്റ്റേറ്റ് എന്തോ കൊങ്കമ്പാറ. അപ്പൊ കാക്കു ഇന്നലെ ചോദിച്ചു പറഞ്ഞിട്ടോ. അവിടെ മനോരമന്റെ വലിയ ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ മനോരമ അങ്ങനെ പറ്റുമെന്ന് അതിന്റെ മനോരമന്റെ അവരോട് പോയി ചോദിക്കണം. മറുപ കാക്ക ഞാൻ ചോദിച്ചു നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാൻ. കുറേ പോണല്ലേ. എന്താ പൊങ്കമ്പാറ എന്തോ പറഞ്ഞു നെന്മിനിയും. അപ്പൊ അതാക്കണം കേട്ടോ. അവിടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചൂടില്ലാണ്ട് ഇവിടെ തുടക്കേണ്ട താത്ത പൊട്ടി പോകുമ്പോ ചൂടൊന്നും ഇല്ല കേട്ടോ മക്കളെ. അത് പല കമ്പനി ആയിരിക്കും. ഇത് എന്താ ഇമ്മെക്സോ ആ കമ്പനി. ചൂടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അപ്പൊ തന്നെ വെള്ളമൊക്കെ തളിച്ച് ചിന്തിക്കണമെങ്കിൽ ചാറൊക്കെ അരച്ച് ചിന്തിക്കണമെങ്കിൽ നമ്മള് അപ്പൊ തന്നെ തുടച്ചു കൊടുക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇടങ്ങേറല്ലേ കണ്ടിക്കുമ്പോള്. പിന്നെന്താ മക്കളെ കാണിച്ചു തന്നാല് എന്താ പറയാ, വീഡിയോന്റെ കമന്റ് ബോക്സ് ഒക്കെ ഓഫ് ആകും കരുതിയാണ്ട് നമ്മളെ ഇതുണ്ട് കേട്ടോ ഇവിടെ. ഇത് ഇങ്ങനെ പാട്ടാടി കുത്തർക്കൊന്ന് പാട്ടാടി കൊടുത്തടാ. ഞാൻ പറയാം വീഡിയോന്റെ മുന്നിൽ പാട്ടാടുന്നു പാടിക്ക. ഇതോ എന്താ എനിക്ക് വെച്ചാത്ത്? എനിക്കിപ്പൊ ഞാന് എന്താ സൂപ്പറായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നില്ലേ. ഇത് നോക്കിയ മക്കളെ ഒരുപാടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തോണ്ട്. ഇറച്ചി തന്നെ മാണെന്നൊന്നുമില്ല മക്കളെ. കുട്ടികളല്ലേ ഓലെ പറ്റിച്ചാലൊക്കെ നമുക്ക് ഉഷാറാണ്. ഇനി അത് മൂടിയൊക്കെ കേട്ടോ. ഒന്നും ചതച്ചോട്ടെ നല്ലോണം കേട്ടോ. മറ്റേ ആയിട്ടുണ്ട് കേട്ടോ. പച്ചരി അല്ലേ. പച്ചരി ആവുമ്പോ അളി പിടിയാവും. അപ്പൊ ഞാന് പൂക്കിണീന്റെ മുന്നേ തന്നെ ഞാനത് ഓഫ് ആക്കിട്ടോ. ഇനി മെല്ലെ ഗമ്മ് കിടന്നാ മതി. അപ്പൊ തന്നെ ആ പാകത്തെ വേവ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ വേഗം കിട്ടി അളിപിടിയാവും. ക്യാമറാമാൻ ഇതാക്കണം കേട്ടോ. കുത്തിറക്കണ്. ക്യാമറാമാനോട് കുറച്ചു നേരം ഞാൻ പിടിച്ചാൻ പറഞ്ഞിട്ടേ ഓനെ പിടിച്ചുകാണ്ട് ഓൻ ഇതാക്കണം. ഓനെ മടിയാണ്, കുഴക്കാണ്, ക്ഷീണാണ്. ചക്ക 2 കണ്ടം കൊടുന്നിരുന്നു കേട്ടോ മക്കളെ. അത് ഇങ്ങോട്ട് നേർക്ക് തായ്മ ചോളിയൊന്നുമില്ല. ചക്ക പോത്തിട്ടില്ലാന്ന് ഉമ്മമാനോട് പറഞ്ഞോളാ. താഴത്തെ അമ്മാനോട്. ആ പച്ചച്ചക്കയാണ് ഉമ്മ. പോത്തുണ്ടെങ്കിൽ തരുമുണ്ട് ഈ പറഞ്ഞാള്. താഴത്തെ അമ്മാനെ പറയണ. അപ്പൊ ഇന്നലെ കാക്കു കൊടുന്ന കേട്ടോ മക്കളെ ഈ മുരിങ്ങക്കായ. ഇന്നലെ എന്താ പറയാ ആ എസ്റ്റേറ്റിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇങ്ങോട്ട് പറ്റ ഇതായിക്കണ് തോന്നണു. എന്നാലും നമുക്കൊരു നേരം കറിയൊക്കെ വെക്കാല്ലേ. നല്ല മൂത്ത് കുരഞ്ഞിക്കണ്. അപ്പോൾ കറി വെക്കാം. പരിപ്പൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാല്ലേ. ഒരാൾ ഇതാക്കണം ഇവിടെ ഇരിക്കണം കേട്ടോ. എന്തേ താഴത്തെ അമ്മ ചക്ക തരാ പറഞ്ഞില്ലേ?
ചക്ക പോയിട്ടൊന്ന് ചോദിച്ചു എന്ന് കൊടുന്നാണ് ചോദിച്ചു. അതിന് കുറച്ച് ദിവസം ഇന്നലെ കൊടുത്താണ്. അതിന് ഇപ്പോഴും പോയിട്ടില്ലായിരുന്നു. ഞാൻ പോയിട്ടില്ലായിരുന്നു. അവള് വല്ലാതെ കളിച്ചാൻ പോകും. അപ്പൊ കാക്കുവളെ ചീത്ത അറിഞ്ഞ് കൊടുന്നാട്ടോ. കുട്ടികളെ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് സഫേ. മുട്ടിയാത്താൻ്റെ പോയ കണ്ണ് ചിമ്പിയാ കൊണ്ടുപോകും ആൾക്കാർ. കൊണ്ടുപോയി കഴിഞ്ഞാൽ കിട്ടൂല. അമ്മാനും ഇപ്പാനൊന്നും പിന്നെ കാണാൻ കഴിയൂല. ഒരു കൊണ്ടുപോയിക്കാണ്ട് എത്താ കാട്ടുക അറിയാ എനിക്ക്? എത്താട്ടുക? ആ സൂചി കൊണ്ട് ബല മേത്തത്തെ ചോര എടുത്തുകാണ്ട് ഓല മേത്ത് കയറ്റുമല്ലോ. കണ്ണും മൂക്കൊക്കെ കുത്തിപ്പൊളിച്ചുകാണ്ട് പിച്ചക്ക് ഇരുത്തും. പിച്ച ഇങ്ങനെ പിച്ച 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 ആ പിച്ചയല്ല കേട്ടോ, പൈസക്ക് ഇങ്ങനെ ഇരിക്കൂല നമ്മള് അത്. അപ്പം അതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ആ ഡ്രസ് കൊട്ടയിൽ ഇങ്ങനെ മുറിച്ചിട്ടിരിക്കുകയാണ് ഞാൻ കേട്ടോ. അപ്പം അതിങ്ങനെ സെറ്റാക്കി കാണ്ട് കൊടുക്കലാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടണ്ട, കുറേ ഇഷ്ടപ്പെട്ട് കാണ്ട് കുറേ കുപ്പിയിലാക്കി വെച്ചിക്കണല്ലോ നിങ്ങള്. മതി അത് മടക്കി വെച്ച ആ ഡ്രസ്സ് ഓള് മടക്കി വെക്കാതെ പിന്നെ ജാ മടക്കി വെക്കലോ. ഓളൊക്കെ മടക്കി വെക്കും. നല്ല കുട്ടിയാണ്. നല്ല കുട്ടി. ആ ലോക്ക് ഉണ്ട് കേട്ടോ മക്കളെ ആ കവറിന്. ആ ലോക്ക് ചെയ്ത് കാണിച്ചു കൊടുത്താ ഒന്ന്. എന്തിനാണ് ആ കുട്ടികളെ മേത്തൊക്കെ പശട്ട് ഒട്ടിച്ചിക്കണത്? ആ കുപ്പായിടാൻ പറഞ്ഞിട്ട് ഇവിടെ കുപ്പായിടുന്നുണ്ട് കേട്ടോ. ലോക്ക് ചെയ്ത് അതിനിങ്ങനെ ഒരു ലോക്കിങ് ഉണ്ട് കേട്ടോ മക്കളെ. അങ്ങനത്തെ കവർ വാങ്ങിയാൽ മതി കണ്ടോ. അങ്ങനത്തെ കവർ വാങ്ങിയാൽ മതി. പാടാ ഞാൻ ഗായകനല്ല എന്നാലും പാടുകയാണ് പാടുകയാണ്. ആരോ ഓനെ സുബ്ഹാനേ ഇവനെ പിരിയാനാവില്ല, റഹ്മാനേ ഇവനല്ലാതെ പടച്ചോൻ തന്നൊരു ബമ്പർ സമ്മാനം. എന്താ പനക്ക് ക്ഷീണം? അവിൽ മിൽക്ക് പോയി കുടിച്ചില്ലേ? ഞാൻ ഒരു 10 ഉറുപ്പിന്റെ ലേസ് മിച്ചർ കൊടുത്തു ഞാൻ പറഞ്ഞിട്ടമ്മ ഞാൻ തരൂല. 20 ഉറുപ്പിന്റെ മച്ചനെ അവിൽ മിൽക്ക് കുടിച്ച് പോന്നിക്ക. അല്ല എന്റെ ചങ്ങായിന്റെ പേര് വിളിച്ചറിയാൻ പറഞ്ഞു. ഏത് ചങ്ങായിയാ? ജിബിനോ? ആസിഫേ. അപ്പൊ ആസിഫിനൊരു ബിഗ് ഹായ്. ആ ആസിഫിന്റെ അമ്മ എപ്പോഴും കാണലുണ്ടല്ലോ എൻ്റെ വീഡിയോ. ആസിഫിന്റെ റിതുവിന്റെ ഭയങ്കര കൂട്ടുകാരനാണ് കേട്ടോ. എപ്പോഴും പറയാലോ എൻ്റെ അമ്മാനോട് എൻ്റെ പേരൊന്ന് വീഡിയോസിൽ പറയും. അപ്പൊ ആസിഫ് കുട്ടിക്ക് ഹായ്. കുട്ടി തന്നെ അല്ലേ? ചോനും കുട്ടി തന്നെയാണ്. ഇതിന്റെ കുട്ടിയല്ലേ? അതേപോലെ ഒരു കുട്ടി തന്നെ അല്ലേ അതും? ആ ഇമ്മമ്മ വിളിച്ചിട്ടുണ്ട്. എന്താ അമ്മമ്മ? ആ ഉമ്മാന്റെ കുട്ടി അതൊക്കെ എടുത്തിട്. ഓനെ തിരുമ്പിടാൻ പറഞ്ഞു നിന്നിട്ടോ. അതിന്റെ ഒരു മടിയാണ് ഓന്. ഒക്കെ ഓൻ തിരുമ്പിട്ടിക്കണ്. ഇനി അത് ആ എന്താ മട്ടി ഇമ്മട്ടി തിരുമ്പിട്ട അമ്മക്ക് ഇമ്മട്ടി കൊടുത്തൂടെ? ആ ഉത്ത എങ്ങനെ തിരുമ്പിടുക? കുഞ്ഞു കുട്ടികൾക്ക് പനി വരുവടാ. ഓനെ ഞായറാഴ്ച ഞാനൊരു റെസ്റ്റ് കൊടുക്കണില്ല. അതാണ് ഇപ്പൊ ഓന്റെ വലിയ പരാതി. ആണടാ? ഉണ്ടല്ലോ ഈച്ച പശ വേണ്ട. അതിന് എത്ര റുപ്യ വേണ്ട? എന്നാളിപ്പോ കൊടുന്നീന്. ആ എന്നിട്ട് അത് കൊടുക്കാണ്ട് പൊന്നും ഒക്കെ പോയിക്കോളും നുള്ളി പൊറുക്കേനി പൊട്ടിന്നത്. ഏതും വേണ്ട. ചേട്ടാ വെച്ചാ എന്റെ പല്ലൊക്കെ പോയിക്കണ്. സുന്ദരി നീ വന്നു ഗസലായി സുറുമ വരച്ച പെണ്ണേ റജുലായി. ഉണന്നുട്ടോ? ഒന്നുണന്നു. രണ്ടാമത്തെ ഉണ്ട് അവിടെ. പൊന്നുണന്നില്ല. അപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി കറിയാണ്. ഇതിലേക്ക് പൂളയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസാട്ടോ മക്കളെ. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂട്ടി നമുക്ക് അടിപൊളി ചോറ് തിന്നാട്ടോ.
ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കോണ്ടി വാങ്ങിക്കാണ്ടിട്ട മക്കളെ. എല്ലാം എഴുതിക്കാണ്ട് വാങ്ങാക്കൊന്നും വേണ്ട. അയിമലും ഉണ്ടാവും കടിച്ചും പാന് 2-3 കണ്ടൊക്കെ. ഞാൻ ഓഫാക്കട്ടെ കേട്ടോ. കുട്ടികൾക്ക് കണ്ട നേരത്തിനൊരു കറി ആയിട്ടോ. ഓർക്ക പാടി ഉമ്മ ഇപ്പൊ വയറിലാവും. ഉമ്മ കായകി കൊറേ ദിവസമായി മമ്മാനെ നഖ മുറിച്ചരുവോ ചോദിച്ചാൽ അപ്പൊ എന്താണ് മുറിച്ചു കൊടുക്കട്ടെ. ഒഴിവ് കിട്ടണില്ല പൊന്നാര മക്കളെ. പിന്നെ നമ്മളെ ഷെയ്മോള് വേണം. ഷെയ്മോള് സ്കൂൾക്ക് പോണ പണിയല്ലേ. ഷെയ്മോൾക്ക് കുറേ പണി ഉണ്ടായിരുന്നു. അപ്പൊ നഖൊക്കെ ഒന്നും മുറിച്ചു കൊടുക്കട്ടെ എന്ന് കരുതിക്കാണ്ടേ മമ്മ അപ്പൊ മൈക്കട്ടിയപ്പോ പാട്ടാടി കൊടുത്താണ് മമ്മ. പാട്ടാടി പാട്ടാടിമാ. പാട്ട് പാടി ഒന്നുണ്ടോ എന്നെ കാലം പാട്ട് പാടിമാ. ഞാൻ പാട്ടല്ലോ. മമ്മ പാട്ട് ഇടുന്നുണ്ടല്ലോ. ഞാൻ പാട്ടല്ലോ. ആടിന മകനെ പുമകനും മുത്തായവനെ ഇങ്ങ് സൂര്യകനും കാലം നഗയിലെ പോയി. ഐ ഒബ്ജക്ഷൻ യുവർ ഓണർ. താങ്കൾ പറയുന്നത് തികച്ചും യാദൃശ്ചികം മാത്രമാണ്. ഇതിനകത്ത് നഗയിലെ പോയി. എന്ത് അറിയത്തില്ലാന്ന്. ഇമ്മമ്മ ഇപ്പൊ സ്ട്രോങ് ആകുന്നുണ്ട് കേട്ടോ. സൂപ്പർ ആകുന്നുണ്ട്. മറ്റേ ഇങ്ങനെ ഒടിഞ്ഞു പോണ്ടാണ്. ഇമ്മമ്മ സൂപ്പറായി. ഇമ്മമ്മ മതിയോ? അമ്പലം മറിച്ചേ തള്ളാമ്പേരിലും തണ്ടാമ്പേരിലും ഒക്കെ നന്നാക്കിക്കണമ്മ.